നെക്സ്റ്റ് ഈസ് സ്ഫെറിക്കൽ കപ്പാസിറ്റർ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ സ്ഫെറിക്കൽ കപ്പാസിറ്റർ? ഇത് യഥാർത്ഥത്തിൽ ഇതിന്റെ ഡെറിവേഷൻ ഞാൻ പഠിപ്പിക്കുന്നതേ ഉള്ളൂ, ഇത് നിങ്ങളുടെ സിലബസിൽ ഇല്ല. അപ്പോൾ എന്നാലും നമുക്ക് JEE ഒക്കെ എഴുതുന്നവർക്ക് അതിന്റെ പല സ്റ്റേജുകളിലും നമുക്ക് ആവശ്യം വരും, അതുകൊണ്ട് ഞാൻ ഇത് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, സോ സ്ഫെറിക്കൽ കപ്പാസിറ്ററിനകത്തുള്ളത് 2 കോൺസെൻട്രിക് ആയിട്ടുള്ള മെറ്റൽ ഷെൽസ് ആയിരിക്കും. 2 മെറ്റൽ ഷെൽസ് ആണ്, 2 കോൺസെൻട്രിക് ആണ്, 2ന്റെ സെന്റർ സെയിം ആണ്. ഇനി ഈ അകത്തുള്ളതിന്റെ റേഡിയസ് എയും സ്മോൾ എയും, ഇനി പുറത്തുള്ളതിന്റെ റേഡിയസ് ബിയും ആണ്. അപ്പോൾ റേഡിയസ് ഓഫ് ഇന്നറും ഔട്ടറും ഉണ്ട്, കുഴപ്പമില്ലല്ലോ. ഇനി ഇതിന്റെ ഇന്നർ സർഫസിന് നമ്മൾ പോസിറ്റീവ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്നർ സർഫസിന് പോസിറ്റീവ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, കുഴപ്പമില്ല. ഇനി അപ്പൊ ഇൻഡക്ഷൻ കാരണം ഈ സർഫസിന് എന്ത് ചാർജ് കിട്ടും? നെഗറ്റീവ് കിട്ടും. ഇവിടെ നെഗറ്റീവ് കിട്ടും, കുഴപ്പമൊന്നുമില്ല. ഇനി ഇവിടെ പോസിറ്റീവ് പ്ലേറ്റിൽ നിന്ന് നെഗറ്റീവ് പ്ലേറ്റിലോട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്. ഇപ്പൊ റേഡിയലി ഇൻവേഴ്സ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡും ഇവിടെ ഉണ്ട്, ഇതുവരെ ഡൗട്ടൊന്നുമില്ല. ഇനി നമുക്ക് ഈ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണം. കപ്പാസിറ്റൻസ് ആണെങ്കിൽ എന്താണ് ഇക്വേഷൻ? Q/V എന്നാണ് ഇക്വേഷൻ. ഇവിടെ V കണ്ടുപിടിക്കണം. V കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ V എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ആണ്. അപ്പൊ ഇവിടുത്തെ പ്ലേറ്റ്സ് 2 ഷെൽസ് ആണ് അല്ലേ? അപ്പൊ ഈ 2 ഷെൽസിന്റെ ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കണം. എങ്ങനെ നിങ്ങൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കും? പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എന്താ വഴി? നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? നെഗറ്റീവ് ലൈൻ ഇന്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് E.dr പഠിച്ചല്ലേ? നെഗറ്റീവ് ലൈൻ ഇന്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആണല്ലോ. അപ്പൊ ഇതില് ലിമിറ്റ് കൊടുക്കണം. അപ്പൊ നമ്മൾ അവിടെ ചാർജിനെ മൂവ് ചെയ്യിപ്പിച്ചത് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ചാർജിനെ മൂവ് ചെയ്യിപ്പിച്ചത്. അപ്പൊ ചാർജിനെ മൂവ് ചെയ്യിപ്പിക്കുന്നത് അങ്ങോട്ടാണ് അല്ലേ? അപ്പൊ ഇവിടെ ഈ അകത്തുനിന്ന് പുറത്തേക്കാണ് മൂവ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ലിമിറ്റ് എത്ര കൊടുക്കും? A to B. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഷെൽസ് കണ്ടുപിടിക്കാൻ എന്താ വഴി? ക്ലോസ് ഇന്റഗ്രൽ ലൈൻ ഇന്റഗ്രലാണ്. സോ ഇന്റഗ്രൽ A to B നെഗറ്റീവ് ഇന്റഗ്രലാണ് E.dr. ഇതുവരെ മനസ്സിലായി. ഇനി ഇതിനകത്ത് ഇയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. അതായത് ഈ 2 ഷെൽസിന്റെ ഇടയ്ക്കുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് അത് ആദ്യം കണ്ടുപിടിക്കാം. അപ്പൊ അടുത്ത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഷെൽസിന്റെ ഇടയ്ക്കുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. E എത്രയാണ് കണ്ടുപിടിക്കാം. അപ്പൊ അതിന് നമ്മുടെ ഈ ഷെൽസിന്റെ ഇടയ്ക്ക് ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുക. പോയിന്റിന്റെ പേരാണ് P. ഈ പോയിന്റ് P ഉൾപ്പെടുത്തക്ക വിധത്തിൽ ഒരു ഗോസിയൻ സർഫസ് നിങ്ങൾ എടുത്തു. കുഴപ്പം വല്ലതും തോന്നിയോ? ഇനി ഇതിലൊരു ഏരിയ മാർക്ക് ചെയ്തു. ഓക്കെ, ഇവിടെ ഏരിയ വെക്ടർ മാർക്ക് ചെയ്യുമ്പോൾ ഇതിന് പെർപെൻഡിക്കുലർ വരയ്ക്കണം. അപ്പൊ ഇങ്ങനെ ആവാം, ഇങ്ങനെ ആവാം. അപ്പൊ ഞാൻ ഇപ്പൊ ഇങ്ങനെ വരച്ചെന്ന് വെച്ചോളൂ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ്, ഏരിയ വെക്ടറും അങ്ങോട്ടാണ്. അപ്പൊ ഇക്കും ഡിഎസിനും ഇടയ്ക്കുള്ള ആംഗിൾ എത്ര? 0. അപ്പൊ ഫ്ലക്സ് എത്ര വരും? ആ ഗോസിയൻ സർഫസ് വഴിയുള്ള ഫ്ലക്സ് എത്ര വരും? ഫ്ലക്സ് ഇസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റഗ്രൽ E.ds എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇക്കും ഡിഎസിനും ഇടയ്ക്കുള്ള ആംഗിൾ 0 ആവുകൊണ്ട് ക്ലോസ്ഡ് ഇന്റഗ്രൽ പറയൂ EDS cos 0 എന്നാണ്. എന്ന് പറഞ്ഞാൽ EDS എന്നാണ്. ഇനി ഗോസ് പറയുന്നത് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/ε0 ടൈംസ് ചാർജ് ഇൻസൈഡ് എന്നാണ്, Q എന്നാണ്. കുഴപ്പമില്ലല്ലോ, ഇത്ര എഴുതി. ഇനി നിങ്ങൾ പറയണം 2 ആൻസറും, ഇത് 2ഉം ഫ്ലക്സിന്റെ ആൻസേഴ്സ് ഈക്വേറ്റ് ചെയ്യുക. അപ്പൊ ക്ലോസ്ഡ് ഇന്റഗ്രൽ EDS is equal to Q/ε0. ഇനി ഈ പുറത്തെടുത്ത് വെച്ചു. ഇന്റഗ്രൽ DS is equal to Q/ε0. ബുദ്ധിമുട്ടില്ല. ഇനി ഇതിനകത്ത് ഈ അതുപോലെ എഴുതി ഡിഎസിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? ഈ ഏരിയ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? നമ്മുടെ ഗോസിയൻ സർഫസ് ഇതാണല്ലോ, ഇതിന്റെ റേഡിയസ് 6 ആണെങ്കിൽ ഈ കുഞ്ഞ് ഏരിയ ഇന്റഗ്രേറ്റ് ചെയ്താൽ ഈ സ്ഫിയറിന്റെ സർഫസ് ഏരിയ കിട്ടും. സ്ഫിയറിന്റെ സർഫസ് ഏരിയ എത്ര? 4πr² അല്ലേ? അപ്പൊ ഡിഎസിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്നത് 4πr² ആണ്. ഈസ് ഈക്വൽ ടു Q/ε0. ഇനി 4πr² എടുത്ത് താഴെ വയ്ക്കുക. അപ്പൊ ഈ ഈക്വൽ ടു എത്ര വരും? Q/4πr²ε0. അപ്പൊ നമുക്ക് എന്തിന്റെ ആൻസർ കിട്ടി? ഇലക്ട്രിക് ഫീൽഡിന്റെ ആൻസർ കിട്ടി. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വിയുടെ ആൻസർ കിട്ടി. V ഈസ് ഈക്വൽ ടു പറയൂ മൈനസ്, നിങ്ങൾ പറയണം അതിന്, ഇന്റഗ്രൽ A to B. ഇവിടെ നോക്കണം, ചാർജിനെ ഞാൻ പറഞ്ഞു ഇവിടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നീക്കേണ്ടത്. അപ്പോ ഈ ഇങ്ങോട്ടും dr അങ്ങോട്ടുമാണ്. അപ്പൊ ഈക്കും ഡിആറിനോടൊക്കെയുള്ള ആംഗിൾ 180 അല്ലേ? അപ്പൊ E.dr എന്ത് വരും? EDR cos 180 എന്ന് വരും. cos 180 -1 അല്ലേ?
ആ മൈനസും മൈനസും കൂടെ ചേരുമ്പോൾ ഇവിടെ പ്ലസ് ആയി. അപ്പൊ വി ഈക്വൽ ടു പറയൂ ഇന്റഗ്രൽ എ ടു ബി പറയണം ഇ ഡി ആർ എന്നായി. ഇനി ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി ഇക്ക് പകരം വാല്യൂ ഇടുക ക്യൂ ബൈ 4πr² എപ്സിലോൺ 0 ദെൻ ഡി ആർ ഇട്ടു. ഇനി അപ്പൊ വി ഈസ് ഈക്വൽ ടു പറയും വി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എല്ലാം പുറത്ത് വയ്ക്കൂ. സോ ക്യൂ ബൈ 4πε0 ഇന്റഗ്രൽ എ ടു ബി പറയൂ 1/r² dr എന്നല്ലേ. ഈ 1/r² നമുക്ക് r⁻² എന്ന് എഴുതാം. ഇനി ബാക്കിയെല്ലാം ഇന്റഗ്രേഷന്റെ റൂൾസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. എന്താണ് ഇന്റഗ്രൽ x⁻n dx എന്ന് പറഞ്ഞാൽ എന്താ x⁻n+1/n+1 എന്നല്ലേ അല്ലേ. അപ്പൊ ആ റൂള് പ്രയോഗിക്കുമ്പോഴത്തേക്ക് ഇതെന്താവും വി ഈസ് ഈക്വൽ ടു പറയൂ ക്യൂ ബൈ 4πε0. ഇതിന്റെ ആൻസർ പറയണം. എക്സിന് പകരം അവിടെ r, എന്നിന് പകരം അവിടെ -2. അപ്പൊ എന്ത് വരും ആൻസർ പറ r⁻² + 1/-2 എന്ന് വരും. സ്ക്വയർ ബ്രാക്കറ്റ് ഇടണമെന്നാണ് റൂള്. എന്നിട്ട് ലിമിറ്റ് സൈഡിൽ കൊടുക്കണം എ ടു ബി. അപ്പൊ ഞാൻ അത് ഒന്നും കൂടെ എഴുതാം. നോക്കൂ നമ്മുടെ ഇന്റഗ്രേഷൻ സ്റ്റെപ്പ് നമുക്ക് അങ്ങോട്ട് മാറ്റി എഴുതാം. നോക്കിക്കോളൂ എന്താണ് വി ഈസ് ഈക്വൽ ടു പറയൂ വി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ 4πε0 അതുപോലെ എഴുതി പറയൂ ഇന്റഗ്രൽ x⁻n dx എന്ന് പറഞ്ഞാൽ എന്താണ് x⁻n+1/n+1 എന്നാണ്. അതുപോലെ ഇന്റഗ്രൽ r⁻² dr എന്ന് പറഞ്ഞാൽ എന്താണ് r⁻² + 1/-2+1 എന്നാണ്. ഈ ആൻസറിനെ സ്ക്വയർ ബ്രാക്കറ്റിൽ ഇടണം. എന്നിട്ട് ലിമിറ്റ് എവിടെ കൊടുക്കണം സൈഡിൽ എ ടു ബി. പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല. വി ഈസ് ഈക്വൽ ടു പറയൂ ക്യൂ ബൈ 4πε0 പറഞ്ഞോ r⁻1 ഡിവൈഡഡ് ബൈ -1 കൂടെ ആഡ് ചെയ്താൽ -1. ഇനി എ ടു ബി പേടിച്ചില്ല. വി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ 4πε0. ഇനി ഈ -1 മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നെഗറ്റീവ് ഇവിടെ എടുത്ത് വയ്ക്കുക. 1 മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ എന്തായി നെഗറ്റീവ് ഇവിടെ വന്നു. ബാക്കി r⁻1 മാത്രം. ഇനി എ ടു ബി. ഇനി അടുത്ത പറയണം വി ഈസ് ഈക്വൽ ടു പറയൂ ക്യൂ ബൈ -4πε0. ഇനി ഇതിന് പകരം ഇതിനെ 1/r എന്ന് എഴുതാം 1/r അല്ലേ. ഇനി ഇതിന് പകരം അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഇടുക. അപ്പൊ 1/b - 1/a എന്നായി. അപ്പൊ വി ഈസ് ഈക്വൽ ടു എന്തായി നെഗറ്റീവ് ക്യൂ ബൈ 4πε0 പറയൂ ഇവിടുത്തെ LCM AB വരും അല്ലേ. ഇവിടെ എ ഇവിടെ ബിയും വരും. അപ്പൊ a - b എന്ന് വരും അല്ലേ. ഈ നെഗറ്റീവ് നമുക്ക് അകത്ത് കയറ്റിയല്ലോ. ഇത് നെഗറ്റീവ് ആവും ഇത് പോസിറ്റീവ് ആവും. അപ്പൊ വി ഈസ് ഈക്വൽ ടു എന്തായി ക്യൂ ബൈ 4πε0 പറയൂ b - a ഡിവൈഡഡ് ബൈ ab എന്നായി. ഇപ്പോ നമുക്ക് രണ്ട് ഷെൽസിന്റെ ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടി. ഇനി നമുക്ക് ഇതിന്റെ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാം. കപ്പാസിറ്റൻസ് ആണല്ലോ ഇക്വേഷൻ ഇതല്ലേ. ഇതിൽ വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പൊ സി ഈസ് ഈക്വൽ ടു പറയൂ ക്യൂ ഡിവൈഡഡ് ബൈ വി. വി ആണ് ആ കിടക്കുന്നത്. അപ്പൊ ക്യൂ ഡിവൈഡഡ് ബൈ ആ സാധനം. അപ്പൊ ഇൻറ്റു ക്യൂ ഇൻറ്റു അതിന്റെ റെസിപ്രോക്കൽ പറയൂ 4πε0 ab ഡിവൈഡഡ് ബൈ a - b എന്നായി. കണ്ടോ. അപ്പൊ എന്താണ് കപ്പാസിറ്റൻസ് ഈസ് ഈക്വൽ ടു എന്താണ് അവിടെ ഒരു ക്യൂ ഇവിടെ ഉണ്ടല്ലോ b - a എന്നാണ്. ഞാൻ എഴുതിയ തിരിഞ്ഞു പോയില്ലേ b - a. ഇവിടെ ക്യൂ അല്ലേ. ക്യൂ ക്യാൻസൽ ആയി പോയി. ബാക്കി 4πε0 ab ഡിവൈഡഡ് ബൈ b - a എന്നാണ്. വാട്ട് ഈസ് എ കപ്പാസിറ്റൻസ് ഓഫ് എ സ്ഫെറിക്കൽ കപ്പാസിറ്റർ 4πε0 ab ഡിവൈഡഡ് ബൈ b - a. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? അപ്പൊ ഇത് സിലബസിലില്ല. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇൻ കേസ് ഒരു പ്രോബ്ലം ആയിട്ടൊക്കെ ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കും. ഇത് പ്രോബ്ലം ആയിട്ട് ചോദിച്ചാൽ നമുക്ക് ചിലപ്പോൾ 4-5 മാർക്ക് കിട്ടുന്ന കേസായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഇത് പഠിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ സ്റ്റാർട്ടിങ് തൊട്ട് ഒന്നും കൂടെ പറയാം. സ്ഫെറിക്കൽ കപ്പാസിറ്റർ. എ സ്ഫെറിക്കൽ കപ്പാസിറ്റർ കൺസിസ്റ്റ് ഓഫ് 2 concentric metal shells. So 2 metal shells are there. See, concentric. Then radius of the inner shell is A. The radius of the outer shell is B. Okay. Then see, positive charge is given to the inner surface of the outer. Okay. By induction, this surface will get, this outer surface will get negative. Okay. Okay.
So there is an electric field from positive to negative. So this is the direction of electric field, no doubt. Then ഇത് തിരിച്ചു കൊടുത്താൽ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഇവിടെ പോസിറ്റീവ് എടുത്താൽ ഇവിടെ നെഗറ്റീവ് കിട്ടും, എന്നാലും കുഴപ്പമില്ല, വർക്ക് ചെയ്യും. സോ എങ്ങനെയെങ്കിലും കൊടുക്കുക. ദെൻ സോ ഇത് ഇലക്ട്രിക് ഫീൽഡ്. ദെൻ വാട്ട് ഈസ് എ കപ്പാസിറ്റൻസ് ഓഫ് ദിസ് സെറ്റപ്പ്? ഇതിന്റെ കപ്പാസിറ്റൻസ് എന്താണ്? വാട്ട് ഈസ് എ ഇക്വേഷൻ ടു കാൽക്കുലേറ്റ് കപ്പാസിറ്റൻസ്? Q by V. Q by V ആണ്. Q ഡിവൈഡഡ് ബൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. ഈ പ്ലേറ്റുകൾക്കിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, യു വിൽ ഗെറ്റ് ദ കപ്പാസിറ്റൻസ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. So listen, what is the equation to calculate potential difference between the metal shells? രണ്ട് മെറ്റൽ ഷെൽസിന്റെ ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കും? പറയും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നെഗറ്റീവ് ലൈൻ ഇന്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഓർമ്മയുണ്ടാവും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ലൈൻ ഇന്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇവിടെ അത് നമ്മൾ പഠിപ്പിച്ച ഡെറിവേഷനിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇലക്ട്രിക് ഫീൽഡിന്റെ ഇറ്റ് ഈസ് എ വർക്ക്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് എ വർക്ക് ഡൺ ഇൻ മൂവിങ് എ ചാർജ് എഗൻസ്റ്റ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഇങ്ങോട്ടാണ്, അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നിങ്ങൾ പോസിറ്റീവ് ചാർജിനെ മൂവ് ചെയ്തത് അല്ലേ? അപ്പൊ ഇ ഇങ്ങോട്ടാണ്, ഡി ആർ അങ്ങോട്ടാണ്. സോ വാട്ട് ഈസ് ആംഗിൾ ബിറ്റ്വീൻ ഇ ആൻഡ് ഡി ആർ? 180. അപ്പൊ വി എത്ര വരും? വി ഈസ് ഈക്വൽ ടു മൈനസ്, പറയൂ, ഇന്റഗ്രൽ ഇ ഡി ആർ കോസ് 180. വാട്ട് ഈസ് കോസ് 180? It is minus 1. So this becomes positive. So V equal to integral EDR എന്നായി. ഇനി ഇതിനകത്ത് ലിമിറ്റ് കൊടുക്കണം. നമ്മൾ അകത്തുനിന്ന് പുറത്തേക്കല്ലേ നീങ്ങുന്നത്. അപ്പൊ ലിമിറ്റ് കൊടുക്കേണ്ടത് A to B ആണ്. A to B. അപ്പൊ ഇവിടെ എല്ലായിടവും ലിമിറ്റ് കൊടുക്കണം A to B. ഇനി ഇവിടെ ഇയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്തിന്റെ ആൻസർ ആയി? പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ആൻസർ ആയി. നമുക്ക് സൈഡിലോട്ട് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഇവിടെ ചെയ്യാൻ പോവാണ്. എനിക്ക് പ്ലേറ്റുകൾക്കിടയ്ക്കുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. ഈ രണ്ട് ഷെൽസിന്റെ ഇടയ്ക്കുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും രണ്ട് ഷെൽസിന്റെ ഇടയ്ക്കുള്ള ഇലക്ട്രിക് ഫീൽഡ്? നമുക്കിവിടെ ഒരു പോയിന്റ് എടുക്കാം. പോയിന്റിന്റെ പേരാണ് പി. ഈ പി ഉൾപ്പെടുത്തക്ക വിധത്തിൽ ഒരു ഗോസിയൻ സർഫസ് എടുത്തൂടെ? അപ്പൊ എടുക്കാൻ പോവാണ്. അപ്പൊ ഇതാണ് ഗോസിയൻ സർഫസ്. കണ്ടോ? ഇതൊരു സ്ഫിയർ ആണ്. ഇതിന്റെ റേഡിയസ് R ആണ്. ഇതിന്റെ റേഡിയസ് എത്രയാ? R. ഇനി നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കണം. ഇവിടെ ഒരു കുഞ്ഞ് ഏരിയ എടുത്താൽ ഇതാണ് ഏരിയ അല്ലേ? അപ്പൊ ഏരിയ വെക്ടർ എന്ന് പറയുന്നത് ആ ഏരിയക്ക് പെർപെൻഡിക്കുലർ. അത് ഇങ്ങനെ ആവാം. ഞാൻ ഇപ്പൊ ഇങ്ങനെ വരച്ചോട്ടെ. അപ്പൊ ഇതാണ് ഏരിയ വെക്ടർ, ബുദ്ധിമുട്ടില്ല. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടാണ്. അപ്പൊ വാട്ട് ഈസ് ആംഗിൾ ബിറ്റ്വീൻ ഇ ആൻഡ് ഡി എസ്? 0 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതില് വാട്ട് ഈസ് എ ഫ്ലക്സ് ത്രൂ ദിസ് സർഫസ്? ഈ ഗോസിയൻ സർഫസിൽ കൂടെ ഉള്ള ഫ്ലക്സ് എത്രയാ? ഫ്ലക്സ് ഇസ് ഈക്വൽ ടു, പറയൂ, ഫ്ലക്സ് ഇസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്നാണ് നിങ്ങൾ പഠിച്ചത്. ഇവിടെ ആംഗിൾ ബിറ്റ്വീൻ ഇ ആൻഡ് ഡി എസ് എത്ര? 0. അപ്പൊ ഇതെന്താവും? ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡി എസ് എന്നാവും. അടുത്ത ഇ എടുത്ത് പുറത്ത് വയ്ക്കാം. അപ്പൊ ഇ എടുത്ത് പുറത്ത് വെച്ചു, ക്ലോസ്ഡ് ഇന്റഗ്രൽ ഡി എസ് എന്നാണ്. അടുത്ത ഫ്ലക്സ് ഇസ് ഈക്വൽ ടു, പറയും, ഇ അതുപോലെ എഴുതി ഡി എസിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? ഈ കുഞ്ഞു ഏരിയ ഇന്റഗ്രേറ്റ് ചെയ്താൽ ഇപ്പൊ നമ്മളെടുത്ത ഗോസിയൻ സർഫസിന്റെ സർഫസ് ഏരിയ കിട്ടും. അത് ഉണ്ടയാണ്. ഉണ്ടയുടെ റേഡിയസ് R ആണ്. അപ്പൊ അതിന്റെ സർഫസ് ഏരിയ എത്ര? 4πr². അപ്പൊ ഈ ഇൻറ്റു ഡി എസിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്നത് 4πr². ഇക്വേഷൻ നമ്പർ 1. ബൈ ഗോസ് തിയറം ഫ്ലക്സ് എന്താണ്? ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ 1/ε0 ടൈംസ് ടോട്ടൽ ചാർജ് എന്നാണ് അല്ലേ? അപ്പൊ ഇക്വേഷൻ നമ്പർ 2. എത്ര ഇക്വേഷൻ ആയി? 2 ഇക്വേഷൻ ആയി. LHS സെയിം, RHS അങ്ങോട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പൊ E ഇൻറ്റു 4πr² ഈസ് ഈക്വൽ ടു Q/ε0 എന്നാണ്. ഇതിനകത്ത് ഈ 4πr² എടുത്ത് താഴെ വെച്ചാൽ ഇയുടെ വാല്യൂ ആയി. വാട്ട് ഈസ് ഇ? Q ഡിവൈഡഡ് ബൈ, പറയൂ, 4πr²ε0 എന്നായി. ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ എന്തിന്റെ വാല്യൂ ആയി? രണ്ട് ഷെൽസിന്റെ ഇടയ്ക്കുള്ള പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ ആയി. അപ്പൊ നമുക്ക് ഇനി ഇതിവിടെ കൊണ്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ വിയുടെ ആൻസർ എത്രയായി? വി ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ A to B, പറയൂ, ഇയുടെ വാല്യൂ എന്താണ്? Q/4πr²ε0 ദെൻ dr. ഇനി ഇതിനകത്ത് നിന്ന് കോൺസ്റ്റന്റുകളൊക്കെ എടുത്ത് നമുക്ക് പുറത്ത് വയ്ക്കാം. പറയൂ, വി ഈസ് ഈക്വൽ ടു, പറഞ്ഞോ, Q/4πε0, Q/4πε0 പുറത്ത് വെച്ചു. ബാക്കി ഇന്റഗ്രൽ A to B 1/r²dr. അടുത്തത് വി ഈസ് ഈക്വൽ ടു Q/4πε0 അതുപോലെ എഴുതി. ഇന്റഗ്രൽ A to B, പറയൂ, ഇത് മേലെ ചെല്ലുമ്പോൾ R⁻⁻² എന്നാവും.
dr. ബുദ്ധിമുട്ടില്ല. അപ്പൊ v is equal to q by 4 pi epsilon 0. അതുപോലെ എഴുതി. ഇതെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇന്റഗ്രൽ x raised to n dx എന്ന് പറഞ്ഞാൽ x raised to n plus 1 by n plus 1 എന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ r എന്ന് പറയുന്നത് x-ന് പകരം, അടുത്ത n-ന് പകരം ഇവിടെ -2. അപ്പൊ ആൻസർ എന്ത് വരും പറയൂ? r raised to -2 plus 1 by -2 plus 1 എന്നാണ്. ഇതിനെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടു, എന്നിട്ട് ലിമിറ്റ് സൈഡിൽ ഇടുക a to b. ബാക്കി v is equal to q by 4 pi epsilon 0. അതുപോലെ എഴുതി പറയണം. r raised to -2 1 കൂടെ ആഡ് ചെയ്താൽ -1 ഡിവൈഡഡ് ബൈ -1 2 കൂടെ ആഡ് ചെയ്താൽ -2 1 കൂടെ ആഡ് ചെയ്താൽ -1. then a to b. അടുത്ത് ഈ 1-നെ മൈൻഡ് ചെയ്യേണ്ട, നെഗറ്റീവ് എടുത്ത് പുറത്ത് വയ്ക്കുക. അപ്പൊ v is equal to പറയൂ q by 4 pi epsilon 0. ഈ നെഗറ്റീവ് എടുത്ത് പുറത്ത് വെച്ചു. ഇനി ബാക്കി r raised to -1 then a to b. ഇനി ഒരു നമ്പർ raised to -1 എന്ന് പറഞ്ഞാൽ എത്രയാ? 1 by that number. അപ്പൊ 1 by r. ഇനി ഇതിന് പകരം അപ്പറും ലോവറും കൊടുക്കുക. v is equal to പറയൂ -q by 4 pi epsilon 0. അടുത്ത 1 by b minus 1 by a എന്നാണ്. ഈ നെഗറ്റീവ് അകത്ത് കയറ്റിയാലോ? ഈ നെഗറ്റീവ് അകത്ത് കയറ്റിയാൽ ഇത് നെഗറ്റീവ് ആവും, ഇത് പോസിറ്റീവ് ആവും. അപ്പൊ എന്തായി? നമുക്ക് v is equal to പറയൂ q by 4 pi epsilon 0. പറഞ്ഞോ എന്ത് വരും? എ ബി അല്ലേ LCM? എ ബി ഓവർ ദാറ്റ് എ ഇവിടെ വരും. അപ്പൊ -a ഇവിടെ b. അപ്പൊ എന്ത് വരും? b minus a. അപ്പോ വിയുടെ ആൻസർ കിട്ടി q by 4 pi epsilon 0 b minus a by ab. അപ്പൊ v കിട്ടി. v എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഷെൽസ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. c is equal to പറയണം q ഡിവൈഡഡ് ബൈ ആൻസർ. അപ്പൊ q ഡിവൈഡഡ് ബൈ ആൻസർ. അപ്പൊ q ഇൻറ്റു പറയൂ 4 pi epsilon 0 ab divided by q into b minus a. q cancelled. We are getting capacitance is equal to 4 pi epsilon 0 ab divided by b minus a. So this is a capacitance of a spherical capacitor. What is the capacitance of a spherical capacitor, Abdullah? Capacitance is equal to 4 pi epsilon 0 ab divided by b minus a എന്നാണ്. നെഗ്ലക്ട് ചെയ്യരുത്. കാരണം നെഗ്ലക്ട് ചെയ്യരുതെന്ന് പറയുന്നതിന്റെ കാരണം ഇത് സിലബസിൽ ഇതിന്റെ ഡെറിവേഷൻ ആണ് ഇല്ലാത്തത്. അപ്പൊ അല്ലാതെ ഇക്വേഷനിലെല്ലാം നമുക്ക് ആവശ്യം വരും. ഇക്വേഷൻ മാത്രം പോരാ, ഇടയ്ക്കുള്ള ചില കാര്യങ്ങളൊക്കെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അറിയണമെങ്കിൽ ഈ ഡെറിവേഷൻ തന്നെ പഠിച്ചാലേ പറ്റൂ. കാരണം ഇതിനെ ബേസ് ചെയ്ത് പ്രോബ്ലംസ് എല്ലാം നമുക്ക് ചെയ്യാനുമുണ്ട്. ഓക്കെ, സോ വാട്ട് ഈസ് എ കപ്പാസിറ്റൻസ് ഓഫ് എ സ്ഫെറിക്കൽ കപ്പാസിറ്റർ? 4 pi epsilon 0 ab divided by b minus a എന്നാണ്. കുഴപ്പമില്ലല്ലോ. സോ spherical capacitor. A spherical capacitor consists of two concentric metal shells. The radius of the inner shell is A, the radius of the outer shell is B. The inner surface of outer shell is given positive charge. Then the outer surface of the inner shell will get what? Negative by induction, no doubt. Then there is an electric field from positive to negative. So this is the direction of electric field between the shells, no doubt. Then what is the capacitance of this setup? Capacitance is equal to q by v. It is the equation. So we have to calculate the potential difference between the two shells. So shall we do it? So what is the equation to calculate the potential difference? Potential difference is equal to negative line integral of electric field E dot dr. Then while deriving this, so നമ്മൾ കണ്ടെന്താണ്? So we are moving a charge against the field. Here the electric field is like this. So we are moving the charge in the opposite direction. So electric field is like this. The displacement is in the opposite direction. So what is the angle between E and dr? It is 180. So what is E dot dr? E dot dr means E dr cos 180. So V is equal to minus integral E dr cos 180. What is cos 180? It is -1. So -1 will come out. So it becomes what? Positive E dr. Then see here we are moving from inner to outer. So the limits are A to B. A to B. Okay. Then you substitute for E.
E എന്ന് പറഞ്ഞാൽ എന്താണ്? What is E? E is the electric field between the two shells. So we have to calculate that and put it here. So what is the electric field? What is the electric field between the two shells? That is a question. So to calculate the electric field between the two shells, we consider a point in between the two shells. Including that, we consider a Gaussian surface. This is a Gaussian surface. Then we consider an area here. The area vector can be like this or like this. So here I am considering it as in this direction. So the electric field is also in the same direction. So what is the flux through this surface? What is the flux through the Gaussian surface? Flux equation, closed integral E dot ds. E dot ds. Here angle between E and ds 0. So it becomes E ds. Am I right? Then E taken out. Then integral, closed integral ds. Then flux is equal to E as such. On integrating ds, what will you get? On integrating this area, you will get the surface area of this Gaussian surface. It is a sphere of radius r. Am I right? So what is the surface area? 4 pi r square. So E into, on integrating ds, you will get 4 pi r square. Equation number 1. Then what is the flux by Gauss theorem? Flux is equal to 1 by epsilon 0 times charge. Am I right? Equation number 2. LHS same, RHS equated. Tell me, E into 4 pi r square is equal to Q by epsilon 0. This 4 pi r square is put here. So E equal to Q by 4 pi r square epsilon 0. So I got the electric field between the two metal shells. So that is the electric field between the shells. I am putting it here. So V equal to, tell me, V equal to integral A to B. Tell me what is the value of E? Q by 4 pi r square epsilon 0. Then dr. V equal to Q by 4 pi epsilon 0 taken out. Then integral A to B 1 by r square dr. Then V equal to Q by 4 pi epsilon 0. Then this comes up integral A to B. Tell me r raised to minus 2 dr. Am I right? Then you know integral x raised to n dx is x raised to n plus 1 by n plus 1. Am I right? Using the same, you can modify this. So V is equal to, tell me, V equal to Q by 4 pi epsilon 0. 4 pi epsilon 0. Then what is answer of that? R raised to minus 2 plus 1 by minus 2 plus 1. Okay. You put this answer in a square bracket. Then limit at the side. So A to B. A to B. Then V equal to, tell me, Q by 4 pi epsilon 0. Then R raised to minus 1. Am I right? Divided by minus 2 plus 1 minus 1. Then A to B. Then 1 you don't mind. This negative is taken out. V equal to, tell me, minus Q by 4 pi epsilon 0. Then R raised to minus 1. Then A to B. A number raised to negative power means 1 by that number. So this can be written as 1 by R. No doubt. Then V equal to minus Q by 4 pi epsilon 0. Then tell me 1 by upper limit minus 1 by lower limit. No doubt. Then V equal to, tell me, minus Q by 4 pi epsilon 0. Then AB over that A minus B. A minus B. Then I am multiplying this negative inside. So negative comes inside. So this becomes negative, that becomes positive. So V equal to Q by 4 pi epsilon 0 into B minus A divided by AB. So this is a potential difference between the two shells. Am I right? So substitute here. So C equal to Q divided by that answer. So divided by means into reciprocal. So Q into, tell me, 4 pi epsilon 0 AB divided by B minus A into what? Q. Okay. So Q cancelled. So I am getting C equal to 4 pi epsilon 0 AB divided by B minus A. This is a capacitance of a spherical capacitor. So what is the capacitance of a spherical capacitor? 4 pi epsilon 0 AB divided by B minus A. Okay. Keep in mind. Very important question.